ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. ഒന്നാം സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് കെ.എസ്.ആർ.ടി.സി. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കെ. മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംരംഭകർക്കായുള്ള സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പര്യത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2ാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ എലിമുത്ത്. 2ാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റ് രസീതുകൾക്കാണ് SBI, കനറ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1ാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-നകം താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലക്ഷദ്വീപ് MP ഹംദുള്ള സയീദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൗകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാ നദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിധാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇന്നുച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കടകം 1 നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ. അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിതവിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറുദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്കൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19-ന് പുലർച്ചെ 2:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hsc.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSPയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15 രൂപ 50 പൈസയായും വിമാന ഇന്ധനത്തിന്റേത് 14 രൂപ 50 പൈസയായും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2 രൂപ 50 പൈസയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം മെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. 1ാം സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.